ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് മീ ഫെബറ്റി ബേബി OET ഇൻസ്ട്രക്ടർ. അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും ഓരോ സ്പീക്കിങ്ങിൻ്റെ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. സ്പീക്കിംഗ് എങ്ങനെ നമുക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ 350 മേടിച്ചെടുക്കാം എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്സാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. എന്നും പറയുന്നത് പോലെ തന്നെ പേപ്പർ, പേന, ബുക്ക്, പെൻസിലൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് വെക്കുക. ഈ ടിപ്സ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആകും. അതുപോലെ തന്നെ ഈ ടിപ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും 350 ആകുമ്പോൾ കിട്ടിയിരിക്കും. ബിക്കോസ് ഇത്രയും മെയിൻ ആയിട്ടുള്ള ടിപ്സ് സ്ട്രാറ്റജീസൊക്കെ നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അവരുടെ ക്രൈറ്റീരിയയിലുള്ളതാണ്. നിങ്ങളത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് 350 തരാതിരിക്കാൻ അവർക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല, ബുദ്ധിമുട്ട് ഉണ്ടാകുകയില്ല. ഓക്കെ, അപ്പോൾ എല്ലാവരും പേപ്പറും പെന്നൊക്കെ എടുത്തെന്ന് വിശ്വസിക്കുന്നു. നമുക്കറിയാമല്ലേ, സ്പീക്കിംഗ് എന്ന് പറയുന്നത് 2 റോൾ പ്ലേ കാർഡുകളാണ്. ഈച്ച് റോൾ പ്ലേ കാർഡുകൾ 5 മിനിറ്റ്സ് നമ്മൾ പറയണം. നമ്മൾ ആരായിരിക്കും? എപ്പോഴും ഒരു നേഴ്സായിരിക്കും. നമ്മുടെ ഇൻ്റർലോക്യൂട്ടർ അല്ലെങ്കിൽ എക്സാമിനർ എപ്പോഴും ആരായിരിക്കും? ഒരു പേഷ്യൻ്റ് ആയിരിക്കും. അപ്പം നമ്മൾ എങ്ങനെയാണ് ഒരു ഹോസ്പിറ്റൽ സെറ്റിങ്ങിൽ പേഷ്യൻറ്റിനോട് സംസാരിക്കുന്നത്? ഒരു നാച്ചുറൽ വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണയായിട്ട് നമ്മൾ സംസാരിക്കുന്നത് പോലെ മാത്രം നിങ്ങൾ സംസാരിക്കുക. ബട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ ഒരു വെൽ പ്രൊഫഷണലായിട്ട് സംസാരിക്കണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ടിപ്സ് നമ്പർ 1, യൂസ് പോസിറ്റീവ് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പേഷ്യൻ്റ് അടുത്ത് ചെന്നിട്ട് ഒരു എൻഡ് സ്റ്റേജ് റീനൽ ഡിസോർഡർ ഉള്ള പേഷ്യൻ്റ് എടുത്ത് ചെന്നിട്ട് നമ്മൾ നെഗറ്റീവായിട്ട് യു ഹാഡ് ദിസ് കണ്ടീഷൻ സിൻസ് 2000 ഓൺവേർഡ്സ് യു ആർ സഫറിങ്, ഐ എം വെരി സോറി ടു ഹിയർ ദാറ്റ്, ബിക്കോസ് ദാറ്റ് ഈസ് എ നെഗറ്റീവ് ലാംഗ്വേജ്. ബട്ട് യു ക്യാൻ യൂസ് പോസിറ്റീവ് ലാംഗ്വേജ്. ഹൗ? ഓ മിസ്റ്റർ ജോൺ, യു ആർ ഡൂയിങ് വെൽ, യു ലുക്ക് സോ ഹാപ്പി ടുഡേ, ഐ എം വെരി ഹാപ്പി ടു ഗീവ് സം കെയർ ഫോർ യു മിസ്റ്റർ ജോൺ എന്ന് പറഞ്ഞിട്ട് നമ്മളൊന്ന് ഹാപ്പി ആയിട്ട് പോസിറ്റീവായിട്ട് പറയുവാണെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയർ എൻറ്റയർലി ചേഞ്ച് ആയില്ലേ. അപ്പോൾ നമ്മൾ ഓൾവേസ് എന്ത് ചെയ്യാണ്? ബി പോസിറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് വേർഡ്സുകൾ അല്ലെങ്കിൽ പോസിറ്റീവ് ലാംഗ്വേജുകൾ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുവാൻ ശ്രമിക്കുക. ഓക്കെ, ദെൻ അടുത്തെന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ പ്രൊസീജിയർ വെരി ഡീറ്റെയിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പല കുട്ടികളും നമ്മുടെ ക്ലാസ്സുകളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇറ്റ്സ് എ ക്വൈറ്റ് കോമൺ പ്രൊസീജിയർ ഉണ്ടാവും നമ്മുടെ സ്പീക്കിംഗ് കാർഡുകളിൽ. പല കുട്ടികളും ആ പ്രൊസീജിയർ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം അത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാതെ ജസ്റ്റ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, രണ്ടാമത്തെ സ്റ്റെപ്പ് അല്ലെങ്കിൽ ലാസ്റ്റ് സ്റ്റെപ്പൊക്കെ പറഞ്ഞിട്ട് വേഗം എസ്കേപ്പായി അടുത്ത ഒരു സെക്ഷനിലേക്ക് അല്ലെങ്കിൽ അടുത്ത ഒരു ബുള്ളറ്റിംഗ് പോയിന്റിലേക്ക് പോകുന്നതായിട്ട് കാണുന്നു. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. OET സ്പീക്കിങ്ങിന് നിങ്ങൾക്കൊരു പ്രൊസീജിയർ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടെങ്കിൽ യു ഹാവ് ടു എക്സ്പ്ലെയിൻ ദ പ്രൊസീജിയർ വെരി ഡീറ്റെയിലി ആൻഡ് should ask repeat back criteria. What is repeat back criteria? For examples, you are going to teach self-insulin injections. Self-insulin injections നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തു. അതിൻ്റെ സ്റ്റെപ്സ്, ക്രൈറ്റീരിയാസ്, അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, സ്റ്റെറിലിംഗ് മെത്തേഡ്സുകൾ എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹൗ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ പേഷ്യൻസ് ഓൾറെഡി റിസീവ്ഡ് യുവർ ഇൻഫർമേഷൻസ് ഓർ നോട്ട്. ഹൗ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിരിച്ച് റിപ്പീറ്റ് ബാക്ക് ക്രൈറ്റീരിയ അല്ലെങ്കിൽ റിപ്പീറ്റ് ബാക്ക് പോളിസി നമുക്ക് ഹോസ്പിറ്റലൊക്കെ അറിയാലേ. ഇൻസുലിൻ ലെവൽ ഇപ്പോൾ പേഷ്യൻ്റ് നമ്മൾ ഡോക്ടർ കോൾ എടുക്കുകയാണ്, ഡോക്ടർ കോൾ എടുത്തിട്ട് നമുക്കിപ്പോൾ JC അക്രഡിറ്റേറ്റഡ് ആയിട്ടുള്ള വർക്ക് ഏതോ ഹോസ്പിറ്റലൊക്കെ അറിയാം, നമ്മൾ റിപ്പീറ്റ് ബാക്ക് ക്രൈറ്റീരിയ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ പേഷ്യൻറ്റിനോട് ചോദിക്കണം, ഹലോ മിസ്റ്റർ ജോൺ, ഐ എം വെരി സോറി ടു ഡിസ്റ്റർബ് യു, ഐ എം വെരി സോറി ടു ആസ്ക് യു, ഐ ഹാവ് ഡിസ്കസ് റിഗാർഡിംഗ് ദ sterile insulin procedure, how to do self. So if you don't mind, could you please tell me some points so that I can understand how much you scored or not? അല്ലേ? അങ്ങനെ എന്ത് ചെയ്യണം? ആ ഒരു വേർഡ് റിപ്പീറ്റ് ബാക്ക് ക്രൈറ്റീരിയ യു മസ്റ്റ് ആസ്ക്. സോ ഫസ്റ്റ് വൺ ഇസ് എ യൂസ് പോസിറ്റീവ് ലാംഗ്വേജ്. സെക്കൻഡ് വൺ, എന്തെങ്കിലും ഒരു പ്രൊസീജിയർ നിങ്ങളുടെ സ്പീക്കിംഗ് കാർഡ് എന്തായാലും ഉണ്ടാവും. എന്തെങ്കിലും ഒരു അഡ്വൈസ് കൊടുക്കാനോ അല്ലെങ്കിൽ പ്രൊസീജിയർ എക്സ്പ്ലെയിൻ ചെയ്യാനോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രീ ഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റിൻ്റെ കാര്യം പറയാൻ എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവാതെ ഈ 2 റോൾ പ്ലേ കാർഡ് അവസാനിക്കില്ല. അപ്പോൾ അതെന്തായാലും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് കൊടുക്കണം. ഓക്കെ, ഇനി തേർഡ് എന്ന് പറയുന്നത് ലിസൺ ആൻഡ് റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ കയറി ഓക്കെ ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് നോ, നെവർ.
യു ഹാവ് ടു ഗീവ് സ്പേസ് ഫോർ ഹിം അല്ലെങ്കിൽ ഫോർ ഹെർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് സംസാരിച്ച് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് സംസാരിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ പാടുള്ളൂ. ഒരിക്കലും ഇൻറർപ്റ്റ് ചെയ്യാൻ പാടില്ല. ദെൻ ലിസൺ വെരി കെയർഫുള്ളി. ഫോർ എക്സാമ്പിൾ, പേഷ്യൻ്റ് ആസ്കിയാണ്, സിസ്റ്റർ ഐ ഹാവ് സിവിയർ പെയിൻ ഓൺ മൈ അബ്ഡോമൻ, ഓർ ഐ ഡോണ്ട് know how to do the self-insulin administration, or I don't know what all the diabetic diet for my diabetes mellitus. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ആൻസർ എങ്ങനെയാണ് പറയേണ്ടത്? എന്താണോ പേഷ്യൻ്റ് ചോദിച്ചത് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പറയുള്ളൂ. ഫോർ എക്സാമ്പിൾ, പേഷ്യൻ്റ് പറയുന്നത്, സിസ്റ്റർ ഐ ഡോണ്ട് know what all the diabetic diet, if you don't mind could you please tell me എന്ന് പറയുവാണെങ്കിൽ, യെസ് ഐ എം വെരി ഹാപ്പി ടു ടെൽ യു റിഗാർഡിംഗ് ദ ഡയബറ്റിക് ഡയറ്റ് മിസ്റ്റർ ജോൺ, യു നോ ദ ഡയബറ്റിക് ഡയറ്റ് സച്ച് ആസ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു പേഷ്യൻ്റ് എവിടെ നിർത്തുന്നോ അവിടുന്ന് വേണം നമ്മുടെ പോയിന്റ് സ്റ്റാർട്ട് ചെയ്യാൻ. അല്ലാതെ ഒരിക്കലും ഓക്കെയോ എനിക്ക് ഇനിയും ഈ 3 ബുള്ളറ്റിംഗ് പോയിന്റും കൂടെ പറയാനുണ്ട്, ഓൺലി 3 minutes അല്ലെങ്കിൽ 2 minutes ഈസ് റിമൈനിങ് ഫോർ മീ, സോ ഐ ഹാവ് ടു ഗോ ബാക്ക് ഓർ ഐ ഹാവ് ടു ആറ്റ് ദീസ് പോയിന്റ്. നോ, നെവർ. നമ്മൾ എപ്പോഴും ആർക്കാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്? പേഷ്യൻ്റിനാണ്. ബിക്കോസ് ഇവിടെ ഈ നമ്മുടെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഇവിടെ എന്ന് പറയുന്നത് ഞാനിപ്പോൾ പ്രസൻ്റ്ലി ന്യൂസിലൻഡിലാണ് കേട്ടോ, അതുകൊണ്ട് ന്യൂസിലൻഡ് ആരനാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇവിടെ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴും പേഷ്യൻറ്റിനാണ് പ്രയോറിറ്റി. പേഷ്യൻ്റ് എന്ത് പറയുന്നു അല്ലെങ്കിൽ റെസിഡൻറ്റ് എന്ത് പറയുന്നു അവർ പറയുന്നത് കേട്ടിട്ട് മാത്രം നമ്മൾ റിപ്ലൈ ചെയ്യുക, അവർക്ക് സ്പേസ് കൊടുക്കുക. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഫസ്റ്റ് വൺ ഇസ് ദ positive language, second one explain the procedure very briefly, then listen and give space for the resident or the patient. Then fourth one is the learn how to offer advice. ഇത് very important ആയിട്ടുള്ള ഒരു ടിപ്സാണ്. നമ്മൾ എപ്പോഴും പേഷ്യൻറ്റിന് അഡ്വൈസ് അല്ലെങ്കിൽ റെസിഡൻറ്റിന് അഡ്വൈസ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം. ഫോർ എക്സാമ്പിൾ, ഓക്കെ മിസ്റ്റർ ജോൺ, ഐ എം ഗോയിങ് ടു ഗീവ് സം അഡ്വൈസ് റിഗാർഡിംഗ് യുവർ എക്സസൈസ്. യു ഹാവ് ടു വേക്ക് അപ്പ് അറ്റ് early 5:30 AM and do the stretching and strengthening exercise. No, this is not the manner to give explanations regarding the exercise or what all the things. So how to give advice? Oh Mr. John, now I am, so you can see, oh Mr. John, I am going to give some advices regarding your exercise pattern. So shall I proceed that? കണ്ടോ, ആ ഒരു മാനറിൽ വേണം നമ്മുടെ വേ ഓഫ് ടോക്ക് എന്ത് ചെയ്യണം, ചേഞ്ച് ആവണം. നമ്മൾ പെർമിഷൻ ചോദിക്കണം, ടോൺ വ്യത്യാസപ്പെടണം, സൗണ്ട് കുറയ്ക്കണം, അല്ലേ? എന്നിട്ട് ഓക്കെ, first of all, as per your doctor's advice, you may need to do 30 to 40 minutes exercise per day. So is that okay? Yes. First of all, I would like to introduce the stretching and strengthening exercise. Do you know what are the things you have to do? No. Okay, do you know what is stretching and strengthening exercise? No. അപ്പോൾ എന്ത് ചെയ്യണം? നോ എന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു എക്സ്പ്ലെയിൻ, അല്ലെങ്കിൽ നമ്മൾ അടുത്തയിലോട്ട് പോകരുത്. യെസ് എന്ന് പറയണം. ഓക്കെ, ഐ റിയലി അപ്രീഷിയേറ്റ്, ഐ ഡു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്, ഓ ദാറ്റ്സ് ഗുഡ്, ഓ ഗ്രേറ്റ്. കണ്ടോ, അങ്ങനെയുള്ള വേർഡ്സുകൾ യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ 4 ടിപ്സ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആണ് വൈൽ യു ആർ സ്പീക്കിംഗ്. സോ ഈ 4 മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. 5ാമത്തെ ആൻഡ് ഫൈനൽ വൺ എന്ന് പറയുന്നത് ഫിനിഷ് ബൈ സമ്മറൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ, എന്തൊക്കെ ഈ 5 മിനിറ്റ്സിൻ്റെ ഇടയിൽ പേഷ്യൻറ്റും നമ്മളും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ, അതെല്ലാം എന്ത് ചെയ്യണം, സമ്മറൈസ് ചെയ്യപ്പെടണം. അപ്പോൾ നിങ്ങൾ പറയുമോ മാഡം എൻ്റെ ഈ കുറേ ബുള്ളറ്റിംഗ് പോയിൻ്റ് ഉണ്ട്, ബട്ട് എനിക്കിതൊന്നും പറഞ്ഞു തീർക്കാൻ സമയം കിട്ടില്ല, ദെൻ ഹൗ ഐ ക്യാൻ സമ്മറൈസ്? ബിക്കോസ് സമ്മറൈസ് ഓർ ഫിനിഷ് ചെയ്യാൻ സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ പാനിക്കൊന്നും ആവണ്ട. ബട്ട് പറ്റുന്നവർ, അല്ലെങ്കിൽ 90% ഞാൻ പറയുന്നത് സമ്മറൈസ് ചെയ്യണം. ബിക്കോസ് സമ്മറൈസേഷന് പ്രത്യേകം ക്രൈറ്റീരിയാസ് ഉള്ളതാണ്, മാർക്ക് ഉള്ളതാണ്. മാർക്ക് എന്ന് പറഞ്ഞാൽ 10 മാർക്കോ അത്ര കണ്ട് 10 to 20 പോയിൻറ്റ്സ് അതിനുണ്ട്. അപ്പോൾ സമ്മറൈസേഷൻ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട്. അത് അവോയ്ഡ് ചെയ്യാതിരിക്കുക. ഇൻ കേസ് പറ്റിയില്ല, ഒരു ലെസ് ചാൻസ് ആണ്, നിങ്ങൾക്ക് ഒത്തിരി പറയാനുണ്ടെങ്കിൽ പോലും എക്സാമിന് പറയുമോ ടൈം ഔട്ട് എന്ന് പറയുമ്പോൾ പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്, ഡോണ്ട് സ്പീക്ക് അഗെയിൻ. ഓക്കെ, അത് അവരെ ഇറസ്പെക്റ്റീവാണ് നിങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ സമ്മറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ, യെസ്, ഫോർ എക്സാമ്പിൾ ഐ ഹാവ് ടോക്ട് റിഗാർഡിംഗ് ദി എപ്പിലെപ്സി, വാട്ട് ഓൾ ദ മെഡിക്കേഷൻസ് ഓർ എപ്പിലെപ്സി, വാട്ട് ഓൾ ദ തിങ്സ് യു ഹാവ് ടു ടേക്ക് കെയർ ഇഫ് യുവർ ചൈൽഡ് ഹാവ് എപ്പിലെപ്സി അറ്റ് ഹോം, ഹൗ ടു ഡു ദി എമർജൻസി മാനേജ്മെൻറ്റ് ആൻഡ് ഹൗ ടു ചെക്ക് ദ റെസ്പോൺസ് ഓഫ് യുവർ ചൈൽഡ്. These are the things I explained regarding the epilepsy. Then in addition, I would like to add you regarding the epilepsy foundations group. So
I can give the number or contact address for them. You please contact them. Then if you have any queries regarding this, please contact me. I will be available here in the 24/7. Our contact number is in the bottom of the brochure. Thank you. I wish you a good day, Mr. John, or I wish you a good day, Mrs. Mercy. കണ്ടോ, ഇങ്ങനെയാണ് സമ്മറൈസേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി ഒരു കാർഡും കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് വിചാരിച്ചാണ്, ബട്ട് ഈ വീഡിയോ ഇച്ചിരി ലെങ്തി ആവുന്നോ എന്നൊരു സംശയം. എനിവേ ഞാൻ ചെറുതായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം, എന്നാലേ ഈ ഒരു ക്ലാസ് എഫക്റ്റീവ് ആകുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാനൊരു സിനാരിയോ ഇവിടെ എടുത്തിട്ടുണ്ട്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സിനാരിയോ ആണ്. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ലാസ്റ്റ് എക്സാമിന് ഇവിടെ ചോദിച്ചതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ഡിസ്കസ് ചെയ്തു തരാം. ദിസ് 72 ഹോസ്പിറ്റൽ വാർഡാണ് കേട്ടോ. ദിസ് 72-year-old patient ഹാസ് ഡെവലപ്ഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ആഫ്റ്റർ ഹി ഓർ ഷീ അണ്ടർവെന്റ് സർജറി 4 days ago ഫോർ ക്യാൻസർ ഓഫ് ദ കോളൻ. ഓക്കെ, ദെൻ ഷീ വാസ് കമൻസ്ഡ് ഓൺ ആൻ ആൻറ്റിബയോട്ടിക് ആൻഡ് യൂറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു പൊടി പോലാണ് മെഡിക്കേഷൻസ്. സംടൈംസ് അത് മെഡിസിൻ ആയിട്ട് വരാം. ദി പേഷ്യൻസ് ലിവ്സ് വിത്ത് ഹിസ് വൈഫ് ഓർ ഹർ ഹസ്ബൻഡ് ഹു ഹാസ് ക്രോണിക് obstructive airways disease and is a partially blind and very reliant on you. He is concerned about a prolonged stay as her husband or wife is or alone at home. അപ്പോൾ ഈ സെയിം സിനാരിയോ അല്ല ചോദിച്ചത്, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആണ് ചോദിച്ചതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് മുന്നിൽ പറഞ്ഞ ടിപ്സ് വെച്ചിട്ട് അപ്ലൈ ചെയ്യേണ്ടതെന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ആൻസർ ദ പേഷ്യൻസ് ക്വസ്റ്റ്യൻ ഇൻ എ റീഅഷ്യൂറിംഗ് മാനർ. കണ്ടോ, അപ്പോൾ ഈ ടിപ്സ് എവിടെയാണ് വരുന്നത്? ലിസൺ അല്ലേ? ലിസൺ. പേഷ്യൻ്റ് എന്താണോ പറയുന്നതെന്ന് നമ്മൾ കൃത്യമായിട്ട് ലിസൺ ചെയ്താൽ മാത്രമേ അതിന് എന്ത് ചെയ്യുള്ളൂ, നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ബുള്ളറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ആൻസർ ദ പേഷ്യൻസ് ക്വസ്റ്റ്യൻസ് ഇൻ എ റീഅഷ്യൂറിംഗ് മാനർ. വാട്ട് ഈസ് റീഅഷ്യൂറിങ്? ഓൾറെഡി അവർക്ക് അഷ്യൂറൻസ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സംഭവത്തെ പറ്റി. ഹോസ്പിറ്റലിൽ അവളുണ്ട്, അവിടെ ഭർത്താവ് എലോൺ അറ്റ് ഹോമാണ്. അപ്പോൾ ഇത് സാരമില്ല, ഭർത്താവിന് വേണ്ടിയിട്ട് സം അതർ സപ്പോർട്ടീവ് അഡ്വൈസസ് അല്ലെങ്കിൽ സർവീസൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ബിക്കോസ് ഇത് റീഅഷ്യൂറിങ് മാനറാണ്. ചിലപ്പോൾ നമ്മൾ തന്നെയായിരിക്കും കൊടുത്തത്. ഹോസ്പിറ്റൽ വാർഡിലാണുള്ളത്. നമ്മൾ 8 hours അല്ലെങ്കിൽ 12 hours ഡ്യൂട്ടി ചെയ്യുന്ന ഒരു RN ആണ് അല്ലേ? അപ്പോൾ നമ്മളിങ്ങനെ പറയും, ഓ മിസ്സിസ് മേഴ്സി, ഐ എം വെരി സോറി ടു ഹിയർ ദാറ്റ് യു ആർ റിയലി ഫ്രസ്ട്രേറ്റിംഗ് റിഗാർഡ് ഓർ റിയലി തിങ്കിങ് അബൌട്ട് യുവർ ഹസ്ബൻഡ്സ്. യു നോ യുവർ ഹെൽത്ത് ഈസ് അവർ പ്രയോറിറ്റി. യു ആർ ഗെറ്റിംഗ് സം ആൻറ്റിബയോട്ടിക്സ് in the ward and your doctor is not supposed to discharge you at the moment because your condition is not stable. So as a registered nurse, I am advising you to please be stay in the ward or in the hospital for coming 6 to 7 days. After that your antibiotic will until finish, your doctor reassess you, then you can leave the hospital. But I sense your husband is alone at home, I can give some other supportive services. I will contact our social worker and you please give the home address or details. I can contact him and I will provide some necessary management. Is that okay? കണ്ടോ, ഇതാണ് ഡീറ്റെയിൽ ആയിട്ട് റെസിഡൻറ്റിനോട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു സംഭവത്തെ പറ്റിയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി അടുത്തത്, ആസ്ക് ദ പേഷ്യൻസ് അബൌട്ട് ഹിസ് ഓർ ഹെർ ജനറൽ ഹെൽത്ത് ഓവർ ദ ലാസ്റ്റ് 6 months ആൻഡ് ഹൗ ഹി ഓർ ഷീ ഈസ് കോപ്പിംഗ് അറ്റ് ഹോം. അപ്പോൾ ചോദിക്കാം, അപ്പോൾ അവളും റെസിസ്റ്റീവ് ബിഹേവിയറാണ് അല്ലെങ്കിൽ റിലക്റ്റൻ്റ് ആണ്. നോ, ഐ ഡോണ്ട് വാണ്ട് ദ സോഷ്യൽ സർവീസ്, ഐ വാണ്ട് ടു ഗോ ടു ഹോം നൗ ആൻഡ് ഐ വാണ്ട് ടു സീ മൈ ഹസ്ബൻഡ് എന്നുള്ള ആൻസർ ആണെന്നുണ്ടെങ്കിൽ, ഓ മിസ്സിസ് മേഴ്സി, ഐ ഡു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ബിക്കോസ് യു ആർ എ ഗുഡ് വൈഫ്, ദാറ്റ്സ് വാട്ട് യു ആർ ആസ്കിങ് യുവർ ഹസ്ബൻഡ് details again and again, but you know I would like to ask you some questions which is related to your husband's case because അവളിപ്പം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അവളെ പറ്റിയല്ല, ഹസ്ബൻഡ്സിനെ പറ്റിയാണ്. അപ്പോൾ നമ്മുടെ ബുള്ളറ്റിംഗ് പോയിന്റും അത് തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചോദിക്കാം, I would like to gather some information regarding your husband's medical conditions. Is that okay? Okay, whether he can be able to he is able to walk, അങ്ങനെ he is taking any medications, അങ്ങനെയുള്ള മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള 2 or 3 അല്ലെങ്കിൽ ഒരു 4 ക്വസ്റ്റ്യൻ, മാക്സിമം 4 മിനിമം 2 കേട്ടോ ക്വസ്റ്റ്യൻസ് ചോദിച്ച് എന്ത് ചെയ്യാം, ആ ഒരു ഹസ്ബൻഡിനെയും കൂടെ നമ്മൾ കൺസേൺ ചെയ്യുന്നുണ്ട്. അവളുടെ ദുഃഖത്തിൽ അല്ലെങ്കിൽ അവളുടെ ആ ഒരു സിറ്റുവേഷനിൽ നമ്മളും പങ്കാളികളാവുന്നുണ്ട് എന്ന് അവളെ മനസ്സിലാക്കി എടുക്കുക. ഓക്കെ, ഇത്തരം കാര്യം കൃത്യമെന്ന് വിശ്വസിക്കുന്നു. ദെൻ എന്ന് പറയുക, അടുത്ത ബുള്ളറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിമ്പതൈസ് വിത്ത് ദ പേഷ്യൻറ്റ് ആൻഡ് ട്രൈ ടു കാം ദം ഡൗൺ ബൈ ഓഫറിങ് ഹോം ഹെൽപ്പ്. കണ്ടോ, അപ്പോൾ
ട്രൈ ടു കാം ദം എന്നാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം അവൾ മുന്നിലുള്ള സിനാരിയോസ് അല്ലെങ്കിൽ മുന്നിലുള്ള ബുള്ളറ്റിംഗ് പോയിന്റ്സിലെല്ലാം അവളുടെ ആൻസർ എന്താണ്? അജിറ്റേറ്റഡ് ആണ്, റിലക്റ്റൻ്റ് ആണ്. അപ്പോൾ ട്രൈ ടു കാം, ഹൗ ടു കാം എന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലല്ലേ? യെസ്, അതിൻ്റെ ആൻസർ ആണ് ലിസൺ ദ പേഷ്യൻസ് വെരി കെയർഫുള്ളി, ദെൻ ആക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്താണോ പറയുന്നത് അത് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എങ്ങനെ നമ്മളത് ഇംഗ്ലീഷിൽ പറയും? ഓ മിസ്സിസ് മേഴ്സി, ഐ ഡു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഓ that's too pity for me. Okay, I sense that. I'm very sorry to hear that. എന്നുള്ള പൊളൈറ്റ് വേർഡ്സുകൾ യൂസ് ചെയ്ത് അത് എന്ത് ചെയ്യുക? കാം ഡൗൺ ആക്കുക. ആ ഒരു കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ദ പേഷ്യൻ്റ് ആൻഡ് നേഴ്സ് അത് കാം ഡൗൺ ആക്കുക. എന്നിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുക, I will help your husband and I can arrange some necessary arrangements from the social worker എന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അടുത്ത എന്താണ് പറയുന്നത്? Give advice about diet and lifestyles to assist the patients to cope better. അപ്പോൾ പറയണം, if you are agitated or if you keep on asking, it will impact your health, and if your mind is not free or not happy, your conditions will be deteriorated. So I am really afraid about your conditions, Mrs. Mercy. So first of all, I would like to tell you, please be calm and be relaxed and don't think too much about your husband. And I have already told I will do some other management, some other assistance or some other support. ഈ വേർഡ്സുകളൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, I will arrange some supports for your husband and he will be stable. No worries about your husband. Okay, then what you have to do, because primary patient എന്ന് പറയുന്നത് ആരാണ്? ഇവളാണല്ലേ, മേഴ്സിയാണ്. അപ്പോൾ പറയാണ്, you have to concentrate on your health and you have to eat or you have to consume, you have to take. ഈ വേർഡ്സുകളൊക്കെ യൂസ് ചെയ്യാൻ consume is a better word for to take. ഓക്കെ, ഒരു ടേക്ക് എന്നുള്ള അല്ലെങ്കിൽ കൺസ്യൂം, ഡയറ്റ് എന്നുള്ള വേർഡ്സിന് ഏറ്റവും നല്ല ഒരു വേർഡാണ് കൺസ്യൂം. യു നീഡ് ടു കൺസ്യൂം എ ഗുഡ് ഡയറ്റ് ആസ് പെർ യുവർ ഡയറ്റീഷ്യൻസ് ഓർഡർ ആൻഡ് യു ക്യാൻ കണ്ടിന്യൂ ദ ആൻറ്റിബയോട്ടിക് ആൻഡ് ടേക്ക് പ്ലെൻറ്റി ഓഫ് റെസ്റ്റ്, ഡ്രിങ്ക് പ്ലെൻറ്റി ഓഫ് വാട്ടർ ടു അവോയ്ഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്. ആൻഡ് വൺസ് യുവർ ആൻറ്റിബയോട്ടിക് വിൽ ഫിനിഷ്, യുവർ ഡോക്ടർ വിൽ reassess you and your doctor may need some other blood tests to know the infections regarding your urines, and if you are completely okay, you can be discharged with a peace of mind. At that time you can live with your husbands and no worries at all. So I hope so. I do understand all your conditions and I have cleared all your doubt. Am I right? Yes എന്ന് പറഞ്ഞിട്ട് അവരോട് കൺസേണും മേടിച്ചിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഇത് സമ്മറൈസ് ചെയ്യുന്നതിന് മുന്നേ യു ഹാവ് ടു ആസ്ക് എനി അതർ ക്വറീസ് ഓർ കൺസേൺസ് ഇഫ് ഹി ഓർ ഷീ ഹാസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് വിചാരിച്ചാണ്, ബട്ട് ഈ വീഡിയോ ലെങ്തി ആയി പോകുന്നതുകൊണ്ടാണ് വെരി ഷോർട്ടായിട്ട് പറഞ്ഞത്. അടുത്തൊരു വീഡിയോയിൽ സ്പീക്കിങ്ങിന് ഇങ്ങനെയുള്ള റിപ്പീറ്റേറ്റീവ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ആർക്കെങ്കിലും സ്പീക്കിംഗ് ബുദ്ധിമുട്ടുള്ളവരെ നിങ്ങൾ ഈ വീഡിയോ കണ്ട് പോയിൻറ്റ്സുകളൊക്കെ എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 350 സ്കോർ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നിങ്ങൾക്ക് സ്പീക്കിങ്ങിന് കിട്ടും. ബിക്കോസ് OET ഏറ്റവും എളുപ്പമുള്ള മോഡ്യൂളാണ് സ്പീക്കിങ്. എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാ സ്റ്റുഡൻസിനും 350 എബോവ് എന്തായാലും കിട്ടണം. ബിക്കോസ് അത്രയ്ക്ക് സ്പീക്കിംഗ് എളുപ്പമാണ്. നിങ്ങൾ ഈ പോയിൻറ്റ്സുകളൊക്കെ എഴുതുക, പഠിക്കുക. നിങ്ങൾ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ ഈ വേർഡ്സുകളൊക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ നന്ദി, നമസ്കാരം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാസ്സുകൾ, OET കുറിച്ചുള്ള ഡൗട്ടുകൾ അല്ലെങ്കിൽ സ്പെഷ്യൽ ക്ലാസ്സുകൾ, ക്രാഷ്, ഫ്രഷേഴ്സ്, ഇൻ്റർമീഡിയറ്റ് എക്സാം ബാച്ച്, റിപ്പീറ്റേഴ്സ് ബാച്ച്, ഇങ്ങനെയുള്ള ബാച്ചുകളായിട്ട് നമ്മൾ ക്ലാസ് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ വിളിക്കാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിക്കാം, മെസ്സേജ് അയക്കാം. ഓക്കെ, അപ്പോൾ മോസ്റ്റ് വെൽക്കം. സോ ഞാൻ ഈ വീഡിയോ ലോങ് ആയതുകൊണ്ടാണ് ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് സൈനിങ് ഓഫ് ഫെബറ്റി ബേബി, OET ഇൻസ്ട്രക്ടർ, MSc Nurse from New Zealand. Thank you.